അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി യദ്രിക്നി യാ റസൂലല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ കാര്യങ്ങളും, നമ്മുടെ വാക്കുകളും നമ്മുടെ സമയവും ഒക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു ഇരുലോകത്തും നമ്മളെയൊക്കെ വിജയിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മിക്ക ആളുകൾക്കുമുള്ള ഒരു പ്രയാസം, അവർക്കൊക്കെ സാമ്പത്തികവും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വീട്ടിലെ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഇതൊക്കെ അനുഭവിക്കുന്ന, ഇതുകളെ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ കാണാവുന്നതാണ്. അല്ലെങ്കിൽ ആളുകൾ അങ്ങനത്തെവരുണ്ട്. ധാരാളം പണമുണ്ടാകും, ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അത് കൃത്യമായി ഉപയോഗപ്പെടുത്താനുള്ള ഒരു അസൗകര്യം അല്ലെങ്കിൽ ഒരു പ്രയാസം അത്ര തന്നെ. പലപ്പോഴും മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരു ശക്തിയാണ് ഇബ്ലീസു ലഅനത്തുല്ലാഹി അലൈഹി, ശൈത്താൻ. പിശാച് മനുഷ്യൻ്റെ ശത്രുവാണ്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ച ഒരു സത്യമാണ്. ആർക്കും അതിനെ നിഷേധിക്കാൻ സാധ്യമല്ല. പിശാചിനെ മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തം ഓടുന്നിടത്തൊക്കെ എത്താനുള്ള ഒരു പെർമിഷൻ പിശാചിന് അള്ളാഹു നൽകിയിട്ടുണ്ട്. കാരണം അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നെ അള്ളാഹു പറഞ്ഞു, എൻ്റെ സജ്ജനങ്ങളായ മുഖ്ലിസീങ്ങളായ അടിമകളെ ഒരിക്കലും എനിക്ക് പഴപ്പിക്കാൻ സാധ്യവുമല്ല എന്ന് അള്ളാഹു അവനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ പരിശ്രമിക്കും, ഞാൻ അവരെയും പിഴപ്പിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. പക്ഷെ പിശാചിൻ്റെ ഷർറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, സ്വഹീഹ് മുസ്ലിമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇത് സംബന്ധമായി ദീനിൻ്റെ നിർദ്ദേശങ്ങൾ ഒരുപാടുണ്ട്. ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തജഅലൂ ബുയൂതകും മകാബിറ ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തി അല്ലദീ തുഖറു ഫീഹി സൂറത്തുൽ ബഖറ. നിങ്ങളുടെ വീടുകളെ ഖബറാക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഖബർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ഒരു നിശബ്ദത ആയിരിക്കുമല്ലോ. ശ്മശാനത്തിൽ, ഖബർസ്ഥാനിൽ നമുക്ക് ചെല്ലുമ്പോൾ അങ്ങനെയാണല്ലോ അനുഭവപ്പെടുക. അങ്ങനെ ആകരുത്, നിങ്ങളെ വീടുകൾ അങ്ങനെ ആകരുത്. കാരണം നിങ്ങളെ വീട്ടിൽ ഖുർആൻ ഓതണം, നല്ല കാര്യങ്ങളാകുന്ന ശബ്ദങ്ങൾ ഉയർന്നു വരണം. കാരണം ഇന്ന ശൈത്വാന, തീർച്ചയായും പിശാച്, യൻഫിറു മിനൽ ബൈത്തി, ഒരു വീട്ടിൽ നിന്ന് പിശാച് ഓടി മറയും. അല്ലദീ തുഖറു ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടി മറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിക്കുക. അപ്പോൾ പിശാചിൻ്റെ പ്രവേശനം തടയുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വീടിൻ്റെ സമാധാനവും വീടിൻ്റെ ബർക്കത്തും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സൂറത്തുൽ ബഖറ വീട്ടിൽ ഓതണം.
സൂറത്തുൽ ബക്കറ ഓതുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടിപ്പോകും. ഇത് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. കാരണം ഫൽ ഖുർആനു നൂറും വലിയാവുന്നതാണ് അതിന് കാരണം പറഞ്ഞു. ഖുർആൻ ഒരു പ്രകാശാണ്, വെളിച്ചാണ്. പബി തിലാവത്തു തുറദുഷയാത്ത്, ഖുർആനിൻ്റെ പാരായണം എന്ന് പറയുന്നത് പിശാചിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഖുർആൻ ഓതുന്നിടത്തുനിന്ന് പിശാച് ഓടി മറയും. അത് ഖുർആനിൻ്റെ ഓഡിയോ വീഡിയോ വെക്കലല്ല, ഖുർആൻ ഓതലാണ് നമ്മൾ വേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പിശാചിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി ദീന് പഠിപ്പിച്ച ഒരു വഴി ഇതാണ്. ഇത് നമുക്കൊക്കെ ചെയ്യാമല്ലോ പ്രിയപ്പെട്ടവരെ. നമ്മുടെ വീടുകളിൽ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഖുർആനിൻ്റെ പാരായണങ്ങൾ നടക്കേണ്ടതുണ്ട്. പഴയ കാലങ്ങളിലൊക്കെ വീടുകൾ ഖുർആൻ പാരായണങ്ങൾ കൊണ്ട് സജീവമായിരുന്നു. പക്ഷേ ഇന്ന് ആ ഒരു സാഹചര്യം മാറി. പഠിക്കുന്നവർ തന്നെ ഓതുന്നില്ല, അറിയുന്നവർ തന്നെ ഓതുന്നില്ല, അറിയുന്നവരൊന്നും പൊരിയില സമയത്ത് ഇല്ല താനും. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഖുർആൻ അലമാരയിൽ സൂക്ഷിക്കാനുള്ള ഒരു അലങ്കാര വസ്തുവായി കാണുന്ന ഒരു സമൂഹം വളർന്നു വരുമ്പോൾ പിശാചിൻ്റെ വിളയാട്ടവും കൂടുന്നു എന്നുള്ളതാണ്. പകരം മ്യൂസിക്കുകൾ അങ്ങനത്തുള്ള ശബ്ദങ്ങൾ വരുമ്പോൾ പിശാചിനേറെ താല്പര്യവുമാണ്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ബക്കറ വീടുകളിൽ പാരായണം ചെയ്യപ്പെടട്ടെ. പിശാചിൻ്റെ ഷർറുകളിൽ നിന്ന്, പിശാചിൻ്റെ ചതികളിൽ നിന്ന്, അവൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.